നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നൊരു വിദേശ താരം വിട്ടുപോയിരിക്കുന്നു. അദ്ദേഹം തന്നെ ഒഫീഷ്യലായിട്ട് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ രജിസ്റ്റർ ചെയ്യാത്ത താരമാണ് ജോഷ്വ സൊറ്റീരിയോ. ഓസ്ട്രേലിയയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി വന്ന് പരിക്ക് പറ്റി, പിന്നെ കളിക്കാൻ പറ്റാതെയായി, ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടും പിന്നെ സ്ക്വാഡിലേക്ക് ഇടം കിട്ടാതെയായി. അങ്ങനെ ജോഷ്വ സൊറ്റീരിയോ ഒരു മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിക്കാതെ ഇതാ പുറത്തേക്ക് പോകുന്നു. അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഒരു പോക്ക് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: നോട്ട് ദി സർക്കംസ്റ്റാൻസസ് ഐ വുഡ് എവർ തോട്ട് ഹെഡിങ് ടു കേരള ബ്ലാസ്റ്റേഴ്സ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള 18 മാസക്കാലം ഒടുവിൽ ഞങ്ങളിതാ വഴിപിരിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ ഈ ക്ലബിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് മതിയാവുമായിരുന്നില്ല. ഏതായാലും കാര്യങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എവറിത്തിങ് ഇൻ ലൈഫ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അത് ചിലപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കഴിഞ്ഞ വർഷങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വേദന സഹിച്ചു, ഒരുപാട് സഫർ ചെയ്തു. എല്ലാവിധത്തിലും ഞാൻ ടെസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അതിലൂടെ ഞാൻ ഒരുപാട് സ്ട്രെങ്ത് നേടിയെടുത്തു, റെസിലിയൻസ് നേടിയെടുത്തു. തീർച്ചയായിട്ടും ഞാൻ തുടരുക തന്നെ ചെയ്യും. ഇനി എൻ്റെ മുന്നിൽ എന്തു വരുന്നുവോ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വൺ ഓഫ് ദി ടഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഇൻ മൈ ലൈഫ്. പക്ഷേ വിതൗട്ട് ഫെയിലിയേഴ്സ്, അഡോസിറ്റി ആൻഡ് റോക്ക് ബോട്ടംസ് ഒരിക്കലും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മാത്രമേ, ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്, എനിക്ക് നൽകിയ സ്ട്രെങ്ത്തിന്, ഗൈഡൻസിന്, അതുപോലെ നെവർ ഗിവ് അപ്പ് എന്നുള്ള ആ ഒരു രൂപത്തിലേക്ക് എന്നെ മാറ്റിയെടുത്തതിന് ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഈ ക്ലബിൻ്റെ താരങ്ങൾക്ക്, ക്ലബിന്, ഈ ക്ലബിനോട് ഏറെ ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്ന ആരാധകർക്ക് എല്ലാവർക്കും ഞാൻ ഭാവിയിൽ എല്ലാവിധ ആശംസകളും നൽകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയത്തിലേക്ക് എത്തും, ബ്ലാസ്റ്റേഴ്സ് സക്സസ് ആവും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ആരാധകരൊക്കെ അർഹിക്കുന്നത്. എക്സൈറ്റഡ് ടു സീ വാട്ട് ദി ഫ്യൂച്ചർ ഹോൾഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോഷ്വ സൊറ്റീരിയോ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ന്യൂകാസിൽ ജെറ്റ്സിൽ നിന്ന് 2023 താരമെത്തിയത്. പക്ഷേ 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ നിന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം മടങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.